ലോകത്തിലെ തന്നെ ഏറ്റവും പൊള്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റിയാണ് ഡൽഹി. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര രീതിയിലുള്ള പൊല്യൂഷനാണ് അവിടെ. എങ്ങനെ മനുഷ്യർ ജീവിക്കുന്നു എന്നതാണ് അത്ഭുതം. പൊല്യൂഷൻ നിയന്ത്രിക്കാൻ അതിനൂതനമായ ആശയങ്ങളാണ് അവിടുത്തെ BJP സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ അത് എടുത്തു മാറ്റി. പൊല്യൂഷൻ മീറ്ററുകൾക്ക് പോലും രേഖപ്പെടുത്താൻ കഴിയാത്തത്ര രീതിയിലുള്ള വിഷപ്പുകയായിരുന്നു ഡൽഹിയിൽ. അക്ഷരാർത്ഥത്തിൽ ഗ്യാസ് ചേമ്പർ. മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉടനെ തന്നെ 5.5 ലക്ഷം രൂപ കൊടുത്ത് എയർ പ്യൂരിഫയർ ഒക്കെ വാങ്ങി സ്വന്തം വസതിയിലും സെക്രട്ടേറിയറ്റിലും സ്ഥാപിച്ചു. എയർ ക്വാളിറ്റി മെച്ചപ്പെടുത്താനായി പൊല്യൂഷൻ മോണിറ്ററിംഗ് സെന്ററുകൾക്ക് ചുറ്റും ട്രക്കുകളിൽ വെള്ളം കൊണ്ടുവന്ന് സ്പ്രേ ചെയ്യുകയാണ്. ലോക രാജ്യങ്ങളെ തന്നെ ഞെട്ടിച്ചു. ശരിക്കും അത്രയ്ക്കും ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. മെഷീനിലെ ഡാറ്റ അങ്ങ് മാറ്റിയാൽ മതിയായിരുന്നു. യമുനയിലെ വാട്ടർ പൊല്യൂഷന് മാർഗമുണ്ട്. ടെസ്റ്റ് ചെയ്യാനായി വേറെ വെള്ളം കൊണ്ടുവന്ന് യമുന ക്ലീൻ ആയി പ്രഖ്യാപിക്കുക. യമുന നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കട്ട പതയൊക്കെയാണ് അതിലൂടെ ഒഴുകി നടക്കുന്നത്. ഇവിടുത്തെ മന്ത്രിമാർ കുറേപ്പേർ ക്യാമറയും പിടിച്ച് പുഴയിലെ വെള്ളം എടുത്ത് കുടിക്കുന്നതായി അഭിനയിക്കുന്നുണ്ട്. ഒരു പ്രത്യേക തരം സുഖേട്. ബീഹാറിലെ ഇലക്ഷൻ പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മോദിജി ഒരു പൂജ നടത്തുന്നുണ്ട് യമുനയിൽ. നേരെ യമുനയിലേക്ക് എങ്ങാൻ ഇറങ്ങിയാൽ ചൊറി പിടിച്ച് ചാകും. ഇതിനും സൊല്യൂഷൻ ഉണ്ട്. യമുനയുടെ തീരത്ത് തന്നെ ഒരു സെപ്പറേറ്റ് കുളം പോലെ കെട്ടിയുണ്ടാക്കി അതിലേക്ക് ശുദ്ധജലം പമ്പ് ചെയ്യുകയാണ്. യമുന ശുദ്ധമായി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി രേഖയോടൊപ്പം ഗോദി മീഡിയയും രംഗത്തുണ്ട്. ഇങ്ങേരുടെ പ്രചരണം കൊഴിപ്പിക്കാനായി നമ്മുടെ കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത്. വെറും ഒരു ദിവസത്തെ പ്രഹസനത്തിനായി. യാതൊരു എളുപ്പമില്ലാതെ ഇത്ര ഓപ്പണായി ജനങ്ങളെ വിഡ്ഢിയാകാനുള്ള ഇവരുടെ ധൈര്യത്തെയാണ് നമ്മൾ പേടിക്കേണ്ടത്.